കണ്ടു പഠിക്ക് രവീന്ദ്രൻ സാറെ. വിശ്വാസികളുടെ നന്മ എന്താണ്? അങ്ങ് ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപാട് അറിവുള്ള ആളാണ്, സംശയമൊന്നുമില്ല. ഞാൻ പലപ്പോഴും രവീന്ദ്രൻ സാറിനോട് ഡിബേറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ രവീന്ദ്രൻ സാറിന്റെ ആത്മരോഷം മുസ്ലിമുകൾക്കെതിരെ, ഇസ്ലാമിനെതിരെയുള്ള ട്രോളായി മാറുമ്പോൾ തന്റെ അച്ഛൻ മരിച്ച വേദന ആരതിയുടെ ആത്മരോഷവും ആത്മവേദനയും പ്രാർത്ഥനയും സാഹോദര്യവുമായിട്ടാണ് മാറുന്നത്. രവീന്ദ്രൻ സാർ കാശ്മീരിലെ ഈ തീവ്രവാദി ആക്രമണത്തിൽ മുസ്ലിങ്ങളെ ട്രോൾ ചെയ്യാൻ ഇനിയും കലീമ പഠിച്ചുകൊണ്ട് കാശ്മീരിലോട്ട് പോയാൽ മതി എന്ന ട്രോളും തമാശയും ഇറക്കുമ്പോൾ, ആരതി സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം തലയിൽ തോക്കു ചൂണ്ടുമ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവത്തിന് ശേഷവും അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അവിടെ തനിക്ക് ലഭിച്ച രണ്ട് മുസ്ലിം സഹോദരങ്ങളോട് പറയുകയും ഇവിടെ അച്ഛന് പ്രാർത്ഥനയോടെ വിടവാങ്ങുകയും ചെയ്യുന്നത് ഈ നാടിന്റെ നന്മയാണ്. ഈ നന്മയാണ് പലപ്പോഴും നിരീശ്വരവാദികൾക്ക് മനസ്സിലാവാതെ പോകുന്നത്. ആദ്യം ആരതിയുടെ ആ പ്രതികരണം കേൾക്കാം, എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ സാറിന്റെയും പ്രതികരണം കേൾക്കാം. ഇത് രാമേന്ദ്രൻ സാറിന്റെ, അതായത് നമ്മളെ വിട്ടുപോയ ശ്രീ രാമേന്ദ്രന്റെ അവസാനം അദ്ദേഹത്തിന്റെ ബോഡി എടുക്കുമ്പോൾ ഉള്ള റിയാക്ഷനാണ്. വിളിച്ചുകൊണ്ട് ആ മൃതദേഹത്തെ അനുഗമിച്ചു. ആ ദൃശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി. ബോഡി എടുക്കുക. അതായത് തന്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അതിന് മുമ്പുള്ള ഇത് രംഗങ്ങളും ഉണ്ട്. വിഷ്ണു സ്തോത്രമാണ് ഭഗവാൻ. ഇതാണ്, അതായത് അച്ഛന് പ്രാർത്ഥനകളോടെ, അതായത് വിശ്വാസപരമായ ആത്മീയമായ പ്രാർത്ഥനയോടെ വിട ചൊല്ലുകയും ഭാരത് മാതാക്കി ജയ് വിളിക്കുകയും ചെയ്യുന്ന ആരതിയുടെ പ്രതികരണവും, എന്നാൽ തനിക്ക് ഈ വിഷയത്തിൽ ധാർമ്മിക രോഷമുണ്ട് എന്ന് പറയുന്ന രവീന്ദ്രൻ സാറിന്റെ പ്രതികരണവും കൂടി നമ്മൾ കാണേണ്ടതാണ്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. ജസ്റ്റ് ഒരു ട്രോൾ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. നിങ്ങള് കാശ്മീരിലേക്ക് രവീന്ദ്രൻ സാർ തന്നെ പറയുകയാണ്, ഞാൻ പറയുന്നതിന് ഒരു ട്രോൾ എന്ന രീതിയിൽ കണ്ടാൽ മതി. ഇത് കാണേണ്ട ഒരു സാധനമാണ്. ചിരിച്ചു പോണ വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ, ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. രവീന്ദ്രൻ സാറിനെ പോലെ വളരെ എന്താ പറയുക, അറിവുള്ള പാണ്ഡിത്യമുള്ള, നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ലേബൽ ഉണ്ടാക്കിയ, നമ്മുടെ നാട്ടിൽ അത് വലിയ മൂവ്മെന്റ് ആക്കിയ, ഞാൻ എസൻസിന്റെ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ രവീന്ദ്രൻ സാറിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാനും ഇദ്ദേഹം കൂടെ ഫ്ലവേഴ്സ് ന്യൂസ് 24 ഇരുന്നപ്പോൾ ഇദ്ദേഹം ഒസാമ ബിൻ ലാദനിൽ നിന്ന് ഖുറാൻ എടുത്തു മാറ്റിയാൽ, ഇസ്ലാം എടുത്തു മാറ്റിയാൽ ഒസാമ ബിൻ ലാദൻ നല്ല വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹമായിട്ട് ഭയങ്കര തർക്കമായി. ഞാൻ അതിശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചു. ആ പരാമർശം പിൻവലിക്കണമെന്ന് പറഞ്ഞു. കാര്യം പരിശുദ്ധ ഖുറാൻ ലോകം മുഴുവൻ പഠിക്കുന്ന നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഭാരതരത്ന, യഥാർത്ഥ ഖുറാൻ പണ്ഡിതൻ ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഒസാമ ബിൻ ലാദൻ എന്ന തീവ്രവാദിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. രവീന്ദ്രൻ സാറിന് കുഴപ്പമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കണം. അദ്ദേഹം തന്നെ ട്രോൾ ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ട്രോൾ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. നിങ്ങള് കാശ്മീരിലേക്ക് സോ ഐ തിങ്ക് ഇറ്റ് വുഡ് നെവർ ഹാപ്പൻ, ഇങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുന്നേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതായത് അടുത്ത തവണ ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പം കലിമ ബൈ ഹാർട്ട് പഠിക്കുക. അണ്ടർഗോ എ ക്രാഷ് കോഴ്സ് ഓൺ ഖുറാൻ ആൻഡ് ഹദീസ്, ദ ഡീപ്പർ ദ ബെറ്റർ. കുറച്ച് സിഗ്നിഫിക്കന്റ് വേർഡ്സ് റിലേറ്റഡ് ടു ഇസ്ലാം പഠിക്കുക. നോൺ മുസ്ലിം ആയിട്ടുള്ള ഡ്രസ് കോഡും സിംബൽസും മാറ്റുക. ഒറിജിനൽ ID കാർഡ് ടൂർ മാനേജ്മെന്റ് കൊടുത്തിട്ട് ക്യാരി എ ഫോൾസ് വൺ വിത്ത് എ ഫോട്ടോ ആൻഡ് ഹെൽപ്ഫുൾ നെയിം, അതായത് ഒരു മുസ്ലിം പേരുള്ള കാർഡ് അവിടെ ഇടുക. കണ്ടീഷൻസ് അപ്ലൈ. ഈ പ്ലോയ്സ് ഒക്കെ പെഹൽഗാം മോഡലിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി ട്രോൾ ഇറക്കിയിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഈ ഒരു വിഷയം കണ്ടതിലുള്ള ഒരു ആത്മരോഷം കൊണ്ട് ഞാൻ എഴുതുന്നേ ഉള്ളൂ. അടുത്ത തവണ ജമ്മു ആൻഡ് കാശ്മീരിൽ പോവാൻ സാർ, ഈ ഒരു വിഷയം കണ്ടതിന് അങ്ങക്ക് ആത്മരോഷം ഉണ്ടാകുന്നതിനും എത്രയോ അപ്പുറമായിരിക്കും ആത്മരോഷവും ആത്മനൊമ്പരവും ആ ആരതിക്ക് ഉണ്ടാകുന്നത്. ആരതിന്റെ പേര് ആരതിക്ക് ഉണ്ടാകുന്നത്. അതായത് ആ മരിച്ചുപോയ രാമേന്ദ്രൻ സാറിന്റെ മകളെയും ഭാര്യയെ കാട്ടിയൊന്നും കൂടുതൽ ആത്മരോഷം അങ്ങേക്ക് ഉണ്ടായില്ലല്ലോ. അവരെ കാട്ടി കൂടുതൽ വേദനയൊന്നും അങ്ങേക്ക് ഉണ്ടായില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇദ്ദേഹം പറയുന്നത് 2-3 കാര്യങ്ങൾ കൂടി. ഇനി അദ്ദേഹം അവകാശപ്പെടുന്നത് അങ്ങനെ ഇത് മതമാണ് അതിന്റെ പ്രശ്നം, അതിന്റെ അടിസ്ഥാനമൊക്കെ. എന്റെ രവീന്ദ്രൻ സാറെ, എന്താ താങ്കൾ പറയണേ? അതായത് യഥാർത്ഥത്തിൽ നിരീശ്വരവാദി ആയിരുന്ന, ഈശ്വരവിശ്വാസി അല്ലാത്ത, ഖുറാൻ പഠിക്കാത്ത, അല്ലെങ്കിൽ ഖുറാനിൽ താല്പര്യമില്ലാത്ത, പന്നിമാംസം കഴിക്കുന്ന, മദ്യം കഴിക്കുന്ന നമ്മുടെ മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം അല്ലേ പാകിസ്ഥാന്റെ പിതാവ്? അദ്ദേഹം മതത്തിന്റെ ആംഗിൾ മാത്രമാണോ? അതിൽ രാഷ്ട്രീയമല്ലേ അതിന്റെ അടിസ്ഥാനം?
അദ്ദേഹം എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രവിചന്ദ്രൻ സി അവതരിപ്പിച്ച കാശ്മീർ സഞ്ചാരികൾക്കുള്ള കൈപ്പുസ്തകം എന്നതിലെ ലൈവ് എന്നൊക്കെ. സാറിന് അറിയണം, ജിന്നയുടെ മകള് പോലും, അതായത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ജിന്നയുടെ മകള് പോലും ജിന്നയോടൊപ്പം പാകിസ്ഥാനിൽ പോയില്ല. ഈ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലാണ് തുടർന്നത്. അപ്പോ യഥാർത്ഥ വിശ്വാസിയായ, ഹിന്ദു വിശ്വാസിയായ മഹാത്മാഗാന്ധി, ശ്രീരാമഭക്തനായ, പശു സംരക്ഷകനായ മഹാത്മാഗാന്ധിയും യഥാർത്ഥ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ്, പരിശുദ്ധ മക്കത്ത് ജനിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ നാട്ടിൽ ജനിച്ച മൗലാന അബുൽ കലാം ആസാദും ഒരുമിച്ച് നിന്ന് ഈ രാജ്യം വിഭജിക്കുന്നതിനെതിരെ പോരാടിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജ്യം വിഭജിക്കണമെന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വവാദികൾ, നല്ലൊരു ശതമാനം നിരീശ്വരവാദികളുമാണ്. അവരും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ലൈനെടുത്ത് ജിന്നയുടെ കൂടെ അണിനിരന്നവരുമാണ്. അവര് മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയല്ലേ സർ? അങ്ങൊരു കോളേജ് പ്രൊഫസർ അല്ലേ, ഇത്രയും കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയല്ലേ? അങ്ങേക്ക് ഈ മതങ്ങളോടുള്ള വിരോധവും വിശ്വാസത്തോടുള്ള വിരോധവും കാരണം ഈ അന്ധത ബാധിക്കുന്നത് എങ്ങനെയാണ്? എനിക്കത് വളരെ വിഷമമുണ്ട്. അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ വളരെ പ്രകോപനപരമായിട്ട് അവന്റെ പറയുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഹമാസിനോട് നിൽക്കാനും പറ്റില്ലല്ലോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല. അതായത് അടിസ്ഥാനപരമായി ഈ മതമാണ് പ്രശ്നമെന്ന് പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മാത്രമേ സുഖിക്കുകയുള്ളൂ സർ. അവർക്ക് യാതൊരു ആത്മീയതയില്ല. അവർ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ സ്വയം വിളിക്കുന്നത് കൾച്ചറൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ കൾച്ചറൽ ഹിന്ദുസ് എന്നൊക്കെയാണ്. ഈ കൾച്ചറൽ മുസ്ലിമും കൾച്ചറൽ ക്രിസ്ത്യനും കൾച്ചറൽ മുസ്ലിമും അല്ല, നമുക്ക് സ്പിരിച്വൽ ഹിന്ദുവും സ്പിരിച്വൽ മുസ്ലിമും സ്പിരിച്വൽ ക്രിസ്ത്യനുമാണ് വേണ്ടത്. സാറിന് അത് എന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും രവീന്ദ്രൻ സാർ ആരതിയെ കണ്ട് പഠിക്കണം. ആ ആരതിയുടെ നന്മ അങ്ങക്ക് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരതിയുടെ വലിപ്പം, ആരതിയുടെ തിരിച്ചറിവ് അങ്ങേക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വിഷമം. അവിടെയാണ് മഹാനായ കബീർ പണ്ട് പറയുന്നുണ്ട്, തടിച്ച പുസ്തകങ്ങൾ, മോട്ടെ മോട്ടെ ഗ്രന്ഥോ പടുക്കർ പണ്ഡിത് ബനേന കോയി, ഢായി അക്ഷർ പ്രേമക്കെ പടേസോ പണ്ഡിത് ഹോയി. അതായത് ഒരുപാട് കട്ടിയേറിയ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ആരും പണ്ഡിതനാവുന്നില്ല, സ്കോളർ ആവുന്നില്ല, ജ്ഞാനിയാകുന്നില്ല. ഢായി അക്ഷർ പ്രേമിക്കെ, പരസ്പര സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, മനുഷ്യത്വത്തിന്റെ ആ പാഠങ്ങൾ ഉണ്ടെങ്കിലാണ് അയാൾ യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനിയാകുന്നത്. ആ ജ്ഞാനി ആരതിയാണ്, രവീന്ദ്രൻ സാർ അല്ല എന്ന് സാർ തിരിച്ചറിയണം.